വേദിയിലേക്ക് ഒരു കത്തുപാട്ടാണ് വരുന്നത്. എസ് എ ജമീൽ വരികളും സംഗീതവും നൽകി എസ് അമ്പിളി ആലപിച്ച ഈ ഗാനം ഇന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത് ചില്ലറക്കാരിയൊന്നുമല്ല. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ളൊരു മുഖമാണ്. ബട്ട് ഔപചാരികതയുടെ പുറത്ത് മാത്രം ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ആളെ. പ്ലേബാക്ക് സിംഗറാണ്. പോക്കിരി രാജ, ചൈന ടൗൺ, അതുപോലെ തന്നെ നമ്മുടെ ഈ അടുത്തിറങ്ങിയ മലയാളം ജയിലർ എന്ന് പറഞ്ഞ ഫിലിമിൽ പാടിയിട്ടുണ്ട് ഈ വ്യക്തി. അതുപോലെ തന്നെ ഒരുപാട് മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോസിലൂടെ സുപരിചിതയായിട്ടുള്ള ഒരു മുഖമാണിത്. വേദിയിലേക്ക് അടുത്ത ഗാനം ആലപിക്കാനായി ക്ഷണിക്കുന്നു. നിറഞ്ഞ കയ്യടികളോട് കൂട്ടി തന്നെ റിജിയ റിയാസ്. ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലാണ്. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്നാളേറെ പീരീഷത്തിൽ ചൊല്ലിടുന്നു വസ്സലാം. ഞങ്ങൾക്കെല്ലാം സുഖമാണീ വീട് എന്നു തന്നെ സ്വപ്നം കണ്ട് ഞെട്ടിയുണരും തനയണ കൊണ്ട് കെട്ടിപ്പുണരും. രണ്ടു നാലോ വർഷം മുൻപ് നിങ്ങൾ വന്ന് 8-10 നാളുകൾ മാത്രം വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞിന് 3 വയസ്സായിന്ന്. അവനെന്നും ചോദിക്കും പാപ്പായെവിടെന്ന്. ഓടിച്ചാടി കളിക്കും മോൻ പാപ്പാനെ മാടി മാടി വിളിക്കും. അത് കാണുമ്പോൾ ഉടഞ്ഞിടുമിടനിച്ചു പിടഞ്ഞിടും കുഞ്ഞി പൈതലല്ലേ. ആ മുഖം കാണാൻ കൂടി നിങ്ങൾക്കുമില്ലേ. മധുരം നിറച്ചോരൻ മാംസം പൂവൻ പഴം മറ്റാർക്കും തിന്നാൻ കൊടുക്കൂലൊരിക്കലും. മരിക്കണം ഈ നീതി കാക്കും ഞാനെങ്കിലും. മലക്കല്ല ഞാൻ പെണ്ണെന്നോർക്കണം നിങ്ങളും.
കെട്ടി കൊട്ടി കട്ടി വിട്ടു പട്ടു വിരിച്ചറയുന്നോരു കീടട്ടെ കാലം ഞാൻ കത്ത് ചുരുക്കിടട്ടെ. ഹലോ. ഓ റിജി ഈ പാട്ട് മറ്റൊരു വിദേശ യാത്രയിൽ പാടിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനും ഫൈസൽ മാഷും റജിയൊക്കെ കൂടിയിട്ടുള്ള ഒരു യാത്രാ സംഘത്തിൽ ഈസക്കയെ ഞാൻ ഓർക്കുന്നു. ഈ പാട്ട് ഒരു പ്രത്യേക ഇനമാണ്. മാപ്പിളപ്പാട്ടിൽ നേരെ ഇവിടേക്ക് കേട്ടേണ്ടത് ഫൈസൽ മാഷയായിരുന്നു. എസ് എ ജമീൽക്കനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് ഒരൊറ്റ ആളേ ഉള്ളൂ, ഫൈസൽ മാഷാണ്. ഫൈസൽ മാഷയാണ് ഇതിന് കേട്ടേണ്ടത്. അത്രയും ജനകീയമായൊരു പാട്ട്. ഇത് പി വി അബ്ദുൽ വഹാബിൻ്റെ കൂടെ എസ് എ ജമീൽ എനിക്ക് തോന്നുന്നൊരു ഗൾഫ് യാത്രക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. കിഴക്കൻ ഏറനാട്ടിലെ മാപ്പിള പെണ്ണുങ്ങൾ അന്ന് പ്രവാസികളായ തൻ്റെ ഭർത്താക്കന്മാർക്ക് ആ പിരിശത്തോടുകൂടെ സങ്കടത്തോടുകൂടെ വിരഹവേദനയോടുകൂടെ എഴുതിയ ഒരു കത്തിൻ്റെ ഒരു പാട്ടിൻ്റെ രൂപമാണിത്. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ പാട്ട് കേട്ടിട്ട്, ഈ പാട്ട് ഹൃദയവേദനയോടെ കേട്ടിട്ട് ഗൾഫിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ, ഒരുപാട് ഭർത്താക്കന്മാർ നാട്ടിലേക്ക് മടങ്ങുകയുണ്ടായി അല്ലേ? അത്ര അതിൽ അവസാനത്തെ ഒരു വരിയുണ്ട്, കത്ത് ചുരുക്കിയിടട്ടെ എന്ന് പറയുന്നതിന് മുമ്പ് അല്ലേ, നമുക്ക് ഇവിടെ ഒരു പായൽ വിരിച്ച് കിടക്കാമല്ലോ എന്നുള്ളതാണ്. വളരെ വേദനാജനകമായിട്ടൊരു ഇതിൻ്റെ ഒരു മറുപടിയുണ്ട്. അത് ജമീൽക്ക് തന്നെയാണ് പാടിയത് അല്ലേ? ഫൈസൽ മാഷാണ് ഇതിന് പറയാൻ. ഞാൻ ഇതിൻ്റെ സമയ ചുരുക്കം കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. മനോഹരം. റിജിയ ഒരു നല്ലൊരു പിന്നണി ഗായിക കൂടിയാണ്. നല്ലൊരു കയ്യടി കൊടുക്കുക റിജിയക്ക്. റിജി ഇത് പാടിയത് നേരത്തെ ഞാൻ കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് സന്തോഷം.